അപ്പം ടെക്കി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിന്ന് വന്നിരിക്കുന്നതിന്റെ കാരണം എല്ലാവർക്കും അറിയാം. കാരണം ആ ഒരു ദിവസം വന്നെത്തി മാർച്ച് 27 എംബ്രാൻ റിലീസായി. രാവിലെ പോയി കണ്ടു. അതിനുശേഷം ഇപ്പൊ വന്നതേ ഉള്ളൂ. അതെ, ഇനി നമ്മുടെ അഭിപ്രായമാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒരു രക്ഷയില്ലാത്ത പടം, ഒരു രക്ഷയില്ല. സീന് പടം അല്ലേ? നല്ല പടം, നന്നായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. മേക്കിങ് നമുക്ക് ഒന്നും പറയാനില്ല അതിനകത്ത്. കാരണം കിഡിലായിട്ട് മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം നമുക്കൊരു മലയാളം പടം എന്നുള്ള ഒരു ഫീൽ തോന്നിയില്ല. സീരിയസ്ലി നമ്മള് മലയാളം പടമായിട്ട് നമുക്ക് തോന്നില്ല. കാരണം അമ്മാതിരി മേക്കിങ്, ഒരു ഹോളിവുഡ് പടം അല്ലേ? ഒരു ഹോളിവുഡ് പടത്തിന്റെ ഒരു മേക്കിംഗ് സ്റ്റൈൽ അടിപൊളി ഇജാതിയായിട്ട് ചെയ്തിട്ടുണ്ട് പൃഥ്വിരാജ്. അതുപോലെ തന്നെ ലാലേട്ടന്റെ ഒരു ഇൻട്രോ അടിപൊളിയായിട്ടുണ്ട്. അടിപൊളി ഇൻട്രോ ആയിരുന്നു. ഒരു രക്ഷയല്ല എന്റെ മോനെ, ഇജാതി ഇൻട്രോ. പിന്നീട് അതിലെ കഥാപാത്രങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ മഞ്ജു വാര്യർക്ക് നന്നായിട്ട് മഞ്ജു വാര്യർ അടിപൊളിയായിട്ട് ചെയ്തു. അത്യാവശ്യം നല്ല കാസ്റ്റ് ആൻഡ് ക്രൂസ് ഉണ്ടായിരുന്നു. എല്ലാവർക്കും നല്ല റോള് തന്നെയാണ് കിട്ടിയത്. പിന്നെ നമ്മള് വെയിറ്റ് ചെയ്തിരുന്ന ആളെ നമ്മളൊന്ന് ബുക്കിംഗ് ചെയ്തു. ഡ്രാഗൺ റൂമറുകളുണ്ടായിരുന്നു. നമ്മളെ സൂപ്പർ സ്റ്റാർ AJP വരെ അതിനകത്ത് എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാത്തിനും ഉത്തരം കിട്ടി. സിനിമാന്റെ എല്ലാവർക്കും അറിയായിരിക്കും ആരാണ്. അതിന്റെ ബാക്കി എന്താണെന്ന് അടുത്തല്ലോ അറിയും. അതെ. പിന്നെ നമുക്കൊരു ചെറിയൊരു മിസ്സിങ് പോലെ നമുക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ BGM അല്ലെ? BGM നമുക്ക് ചെറുതായിട്ട് എഫക്ട് ഇല്ല. സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ അതിന് ആക്ട് ആയിരിക്കും. പക്ഷെ പക്ഷെ ഇതിലോട്ട് വരുമ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഖുറൈഷി അബ്രാം കുറച്ച് മാസം കൂടെ ആയാണ്. കാരണം അത് മാത്രമല്ല, ഖുറൈഷി അബ്രാമിന് പൃഥ്വിരാജ് എടുത്തു വെച്ചിരിക്കുന്ന രീതി ഒരു വെറൈറ്റി കിഡിലായിട്ട് എടുത്തു. കാരണം സ്ലോ മോഷനിലൊക്കെ ഇഷ്ടംപോലെ 1-2 സീൻസ് ഉണ്ട്. പക്ഷെ അതിൽ ആ മ്യൂസിക് അത്ര നമുക്ക് എഫക്ട് ഫീൽ വന്നില്ല. കാരണം നമുക്ക് ഇങ്ങനെ അടിക്കാൻ അത് വന്നില്ല. കാരണം അതും കൂടെ വന്നിരുന്നെങ്കിൽ പടം ടോപ്പ് എത്തിനായിരുന്നു അല്ലേ? ആ ഒരു മ്യൂസിക്കിനെ ഇത് നമുക്ക് ഫീൽ ചെയ്തു. കാരണം നമ്മളിപ്പോഴും അനിരുദ്ധിന്റെ ഒക്കെ ആ ഒരു ഇതിൽ നമ്മളിങ്ങനെ ജയിലാറിന്റെ ഇതിലൊക്കെ തന്നെ നമ്മളിപ്പോഴും നിൽക്കുകയാണ് അല്ലേ? അത് ഇത് ഒരു നമ്മൾ പറഞ്ഞില്ലേ, സ്റ്റീഫൻ നെടുമ്പള്ളി ഇതില് അത് അത് കറക്റ്റായിരുന്നു. പക്ഷെ അത് നമ്മൾ ദീപക് കുറ്റം പറയാനല്ല. പക്ഷെ പൃഥ്വിരാജ് ലാലേട്ടനെ വെച്ച് ഫ്രെയിംസ് അന്യായ രീതിയിൽ എടുത്ത് വെച്ചേക്കുന്നതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു നെഗറ്റീവ് നമുക്ക് തോന്നണം. അപ്പം ഇത് നമ്മള് ഒരുപാട് നമ്മൾ പറയാൻ നിൽക്കില്ല. കാരണം എല്ലാരും അത് തിയേറ്ററിൽ പോയി തന്നെ കാണണം. പൈസ വസൂല് പടമാണ്. ധൈര്യമായിട്ട് തിയേറ്ററിൽ പോയി കാണാം അല്ലേ? അടുത്ത നമ്മൾ എമ്പുരാൻ 3ക്ക് വേണ്ടി വേണ്ടിട്ട് നമ്മൾ ഇനി അതിന്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ. അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.